ഈ വിഷയങ്ങളിൽ ഇവിടെ സംസാരിച്ച 2 വിഷയങ്ങളിലും ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ സംസാരിക്കണം. രാമായണത്തിനെ കുറിച്ച് ടീച്ചർ പറഞ്ഞപ്പോൾ ഒരു അധ്യാപിക ആയതുകൊണ്ട് ടീച്ചറോട് സംശയം ചോദിക്കാമല്ലോ, അതുകൊണ്ട് ചോദിക്കുന്നതാണ്. ഇപ്പോൾ അധ്യാത്മരാമായണം എന്ന് പറയുന്നത് എഴുത്തച്ഛൻ അതൊരു ഭക്തികാവ്യമാക്കി മാത്രം മാറ്റിയെടുത്തു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. രാമായണത്തിൻ്റെ ബാക്കി പലരുടെയും വെർഷൻസ് കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിലാണ് അതിനെ കണ്ടിട്ടുള്ളത്. അതല്ല, രാമായണത്തിലെ ഓരോ കഥാപാത്രങ്ങളും ഓരോ സന്ദേശമാണ് കൊടുക്കുന്നത്. ആധുനിക തലമുറയ്ക്ക് എടുക്കാവുന്ന അല്ലെങ്കിൽ സ്വീകരിക്കാവുന്ന ഒരുപാട് സന്ദേശങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. നേരെ കുറിച്ച് തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ രാമായണത്തിനെ നമ്മൾ ആ രീതിയിൽ എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളിപ്പോ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഈ സമരം ചെയ്യുന്നതിന് അല്ലെങ്കിൽ ആ ഒരു രംഗം ഉണ്ടാക്കി തീർക്കുന്നതിന് അതൊരു കാരണമായിട്ടില്ലേ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരു സീതയായിട്ട് സങ്കല്പിച്ചിട്ട്. പിന്നെ നമ്മളിപ്പോ ശ്രീരാമനെ കുറിച്ചൊക്കെയുള്ള ആ കഥയുടെ അവസാനത്തില് ശ്രീരാമൻ ആ അവതാരോദ്ദേശം കഴിഞ്ഞ് ഒരു സരയൂ നദിയിലേക്ക് പോവുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുപോലെ വേണമെങ്കിൽ സീതാദേവി ഭൂമിയിൽ നിന്ന് ഉടലെടുത്തു എന്നാണല്ലോ പറയുന്നത്, അല്ലെങ്കിൽ ഭൂമിദേവി തിരിച്ചെടുക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അത് ആ രീതിയിൽ വേണമെങ്കിൽ അവസാനിപ്പിക്കാമായിരുന്നു, വെറുതെ ഇത്തരത്തിലുള്ള ഒരു സീൻ ഉണ്ടാക്കാതെ. അതായത് രാവണന്റെ അടുത്ത് പോയി കുറെ നാള് താമസിച്ചിട്ട് തിരിച്ചു വന്നിട്ടുള്ള ആളാണ്. അപ്പൊ അത് കാരണം വേറെ ആരോ അതിനെ കുറിച്ച് സംസാരിച്ചപ്പോ ആ സംസാരം വിഷമമുണ്ടാക്കി രാജാവ് ഉപേക്ഷിക്കുന്നു എന്നുള്ള രീതിയിൽ എത്തിച്ചേർക്കണ്ടായിരുന്നു. അതല്ലാതെ തന്നെ അത് നല്ല ഭംഗിയായിട്ട് അതിനെ അവതരിപ്പിക്കാമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രത്യേകിച്ച് പലതരം രാമായണങ്ങള് നമ്മളിപ്പോ കാമിൽ ബുൾക്കയുടെ രാമകഥയിൽ നോക്കുമ്പോൾ കാണുന്നുണ്ട്. അതിൽ ഓരോരുത്തർക്കും ഓരോ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു നല്ല കൃതിയെ ഒരു ഭക്തി സാന്ദ്രമായിട്ടുള്ള അല്ലെങ്കിൽ ഭക്തികാവ്യമായിട്ട് മാറ്റി തീർക്കുകയാണ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിനെ കുറിച്ച് ടീച്ചർ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. അതായത് ഇതിനെ എന്തുകൊണ്ടാണ് ഇതിനെ ഒരു ഭക്തികാവ്യം മാത്രമാക്കിയിട്ട് എഴുത്തച്ഛന്റെ രാമായണത്തിൽ അവതരിപ്പിച്ചത്? അത് ശരിയാണോ, അത് പോരാ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ ഞാൻ ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് തെറ്റാണെങ്കിൽ ടീച്ചർ അത് പറഞ്ഞോളൂ. അതല്ല എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ശരിക്കും നമുക്ക് കുറച്ചുകൂടി വൈഡർ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ആണല്ലോ ആവശ്യമായിട്ടുള്ളത്. എന്നിട്ട് ഓരോ കഥാപാത്രങ്ങളെയും നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ, ഓരോരുത്തരും ഓരോ സന്ദേശമാണല്ലോ തരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ആ രീതിയിൽ പോവേണ്ടതായിരുന്നില്ലേ എന്ന് എനിക്ക് തോന്നുന്നു. ചോദ്യം വളരെ ക്ലിയർ അല്ല എന്ന് പറഞ്ഞാൽ ഭക്തികാവ്യമായിട്ട് എന്തുകൊണ്ട് മാറി രാമായണം എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൻ്റെ ആവശ്യം ഭക്തികാവ്യമായിരുന്നു. അതുകൊണ്ട് ഭക്തിക്ക് പ്രാധാന്യം കൊടുക്കുക അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും എഴുത്തച്ഛൻ വരുന്നത് 16-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിലാണ്. ആ കാലഘട്ടത്തിൽ വലിയ തത്വദീക്ഷയും വലിയ ആദർശങ്ങളും വലിയ ആശയങ്ങളൊക്കെ സന്നിവേശിപ്പിച്ചുകൊണ്ട് ഒരു കൃതി അവതരിപ്പിക്കുക എന്നുള്ളതല്ല, അന്ന് വരെ നിലവിലിരുന്ന സാഹിത്യ രൂപങ്ങൾക്ക് നിന്ന് വ്യത്യസ്തമായി ഒരു കാവ്യരീതി, ഒരു സംസ്കാരം, ഒരു ഭാഷ, അങ്ങനെയുള്ള എല്ലാം കൊണ്ടുവന്നു. അങ്ങനെയെല്ലാം കൊണ്ടുവരേണ്ടി വന്നപ്പോൾ അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു കാവ്യത്തെ എടുത്തു അതിനെ ആസ്പദമാക്കി കാവ്യം എഴുതി എന്നത് ആ കാലഘട്ടത്തിൽ അത് വളരെ ആവശ്യമായിരുന്നു. ഭക്തി എന്താണെന്ന് സാധാരണ ജനങ്ങൾക്ക് അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ ഒരു ഭക്തൻ്റെ രീതിയിൽ എന്തൊക്കെ അവിടെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഭക്തന് ഇന്ന കൃതികൾ വായിക്കണം, ഇന്ന പൂജാവിധികൾ ഒരു ഭക്തനെ അനുഷ്ഠിക്കാവുന്നതാണ് എന്ന് പറയുന്ന ഒരു സംസ്കാരവും നമുക്കുണ്ടായിരുന്നില്ല. അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇത് സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി വരണം. സാമാന്യ ജനങ്ങളുടെ വായനാശീലത്തെയും സാമാന്യ ജനങ്ങളുടെ സംസ്കാരത്തെയും ഉയർത്തുക, അതിൻ്റെ നിലവാരം ഉയർത്തുക എന്നതായിരുന്നു എഴുത്തച്ഛൻ്റെ പ്രധാന ഉദ്ദേശം. നമുക്കിപ്പോൾ ഇന്ന് വായിക്കുമ്പോൾ അതിന് പല മാനങ്ങളും കൊടുക്കാൻ കഴിയും. രാമൻ എന്ന കഥാപാത്രം, സീത എന്ന കഥാപാത്രമൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ ഭാവനയ്ക്ക് അനുസൃതമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും.
അതും അന്ന് ഉദ്ദേശിച്ചിരുന്നില്ലേ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അന്നത്തെ ഉദ്ദേശം പൂർണ്ണമായിട്ടും ഒരു ഭക്തികാവ്യം എഴുതുക, ഭക്തിയുടെ ലളിതമായ രൂപങ്ങളിൽ, അത് പ്രത്യേകിച്ച് നാമജപം, അടിസ്ഥാനഭാവം, സമർപ്പണ മനോഭാവം, ഇതൊക്കെ വെച്ചുകൊണ്ട് ഒരു കാവ്യം എഴുതി ആ കാവ്യത്തിൻ്റെ പ്രാധാന്യം സ്വയം സാമാന്യ ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കുക എന്നതായിരുന്നു എഴുത്തച്ഛൻ്റെ ഉദ്ദേശം. അതിപ്പോൾ നിങ്ങൾ മഹാഭാരതം വായിച്ചാലും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. മഹാഭാരതം പക്ഷേ വീടുകളിൽ വായിക്കാൻ പാടില്ല എന്നൊക്കെ പഴയൊരു വിശ്വാസമുണ്ട്, കലഹത്തിൻ്റേതായതുകൊണ്ട്. പക്ഷേ രാമായണത്തിൻ്റെ പോലെ തന്നെ മഹാഭാരതത്തിൽ നമ്മൾ കാണുന്നത് നല്ല ഭാഷ, ആ നല്ല ഭാഷ കൊണ്ട് നല്ലൊരു ഭക്തകവിയായിട്ടാണ് എഴുത്തച്ഛനെ അവതരിപ്പിക്കുന്നത്. അത് നമുക്ക് പറയാൻ കഴിയും. ഇനി ഇതല്ലാണ്ട് കാവ്യ ഭംഗി നമുക്ക് ഇഷ്ടംപോലെ പറയാം. അത് എഴുത്തച്ഛൻ്റെ ഭാഷ, അതിൻ്റെ പ്രത്യേകത നമുക്ക് പറയാം. അതൊക്കെ ആ കാലഘട്ടത്തെ വെച്ചിട്ടല്ല, ഈ കാലഘട്ടത്തിൽ വായിക്കുന്ന ഒരാൾക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരുപാട് തരത്തിലുള്ള പ്രത്യേകതകൾ, വായിച്ചാലും തീരാത്തത്ര വ്യാഖ്യാനങ്ങൾ കൊടുക്കാൻ കഴിയുന്ന പ്രത്യേകതകൾ രാമായണത്തിനുണ്ട്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ, അല്ല സീതയ്ക്ക് കളങ്കം ഉണ്ടായപ്പോ കഥാഗതി മാറിയില്ലേ? ആ കഥാഗതി മാറുന്ന ഒരേ തരത്തിൽ പറഞ്ഞുകൊണ്ട് പോകുന്നതിന് കഥാഗതി മാറി. അപ്പൊ ത്രില്ലായി, ആൾക്കാർക്ക് വായിക്കുന്നവരും ത്രില്ലായി. അല്ല അങ്ങനെ ഒരു ഉദ്ദേശമില്ലല്ലോ, പറയാൻ പറ്റില്ലല്ലോ. ഉദ്ദേശമില്ലാന്ന് എങ്ങനെയാ പറയാൻ പറ്റുക? ഭക്തി സാഹിത്യത്തിലാണല്ലോ. പക്ഷെ സീതയെ കട്ടുകൊണ്ടുപോയ കാര്യം എഴുതിയിട്ടില്ലേ? അത് വാസ്തവത്തിൽ വാൽമീകി രാമായണത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സ്റ്റോറിയാണല്ലോ. അല്ല, വാൽമീകി രാമായണം അല്ല എഴുത്തച്ഛൻ സ്വീകരിച്ചിട്ടുള്ളത്, അധ്യാത്മ രാമായണം. അതവിടെ കിടക്കുന്നുണ്ട്. വാൽമീകിയുടെ ആശ്രമത്തിൽ നിന്ന് വന്ന് ഈ കുട്ടികളെ അവതരിപ്പിക്കുമ്പോഴാണല്ലോ ഇത് രാമായണമായിട്ട് ഇവിടെ നമുക്ക് ഇടയിൽ പ്രചരിക്കുന്നത്. ഉത്തര ഭാഗത്തിൽ അതുണ്ട്. പക്ഷെ ഉത്തര രാമായണത്തിൽ അത് എഴുത്തച്ഛൻ എഴുതിയതല്ലാന്ന് പോലും അഭിപ്രായമുണ്ട്. ഉത്തര രാമായണം ഇതിനോട് ചേർത്ത് വെച്ച് നമ്മൾ വ്യക്തമായി ഇപ്പൊ നമ്മളെ വസന്തമാഷ ഉത്തരം പറയും. ഒരു സാഹചര്യം എനിക്ക് തോന്നിയുള്ള കാര്യമാണ്, മണിപ്രവാള സാഹിത്യം ദുഷിച്ച് അശ്ലീല സാഹിത്യം മാറുകയും നമ്മുടെ ഭക്തി അല്ലെങ്കിൽ ആധ്യാത്മിക ബോധം സമൂഹത്തിൽ നശിക്കുകയും അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആണ് അതിൽ നിന്ന് ജനത്തെ ഉദ്ധരിക്കുക എന്ന അർത്ഥത്തിലാണ് എഴുത്തച്ഛൻ അധ്യാത്മരാമായണം എഴുതിയിട്ടുള്ളത് എന്നാണ് ഞാൻ ഇവിടെ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും ഞാൻ വസ്തുഭാഷ ക്ഷണിക്കുന്നു. മാഷ് അതിനുള്ള ഉത്തരവോടും പറയുമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം നമ്മുടെ ശ്രീരാമനെ ഹൃദയത്തിൽ ഒളിപ്പിച്ച ഹനുമാൻ, അദ്ദേഹം സീതയെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ശിംശിഭാഷ ചുവട്ടില് താം സമീക്ഷ്യ വിശാലാക്ഷിയും രാജപുത്രീമനിന്ദിതം തർക്കയാമാസ സീതേതി കാരണൈരുപപാദയൻ. അത് രാമ 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 എന്ന് മാത്രം ചൊല്ലിക്കൊണ്ടാണ് സീത അവിടെ ഇരിക്കുന്നത്. എന്നിട്ട് തന്റെ വിശ്വസ്തനായ സേവകൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഹനുമാൻ ഈ ഒരു കാര്യം രാമനോട് പറഞ്ഞിട്ട് പോലും മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് അത് കേട്ടിട്ട് പൂർണ്ണ ഗർഭിണിയായ സീതയെ കൊണ്ടുപോയി കൊല്ലാനാണ് ഏൽപ്പിച്ചത്. ലക്ഷ്മണന്റെ തലമറച്ചുകൊണ്ട് കൊന്നില്ല. അപ്പോ ആ ഒരു ഇത് വായിക്കുമ്പോ സ്ത്രീക്ക് ഒരു വിലയും ഇല്ല എന്നല്ലേ രാമായണം പറഞ്ഞു വെക്കണത്. രാമായണത്തെ പറ്റി പറയുമ്പോൾ ടീച്ചർ സൂചിപ്പിച്ച ഒരു കാര്യം, വ്യാസന്റെ രാമായണം ആണ് പരിഭാഷയ്ക്ക് സ്വീകരിച്ചത്. അല്ലെങ്കിൽ ഏതാണ്ട് ഇതുപോലത്തെ ഒരു പാഠഭേദമാണ്. മഹാഭാരതത്തിലെ വ്യാസപ്രണീതമായിട്ടുള്ള രാമായണമുണ്ട്. മഹാഭാരതത്തിലെ പല കഥകളുടെ കൂട്ടത്തിൽ രാമായണം കഥയും പറയുന്നു. ആ കഥ വാൽമീകി രാമായണം തന്നെ, മറ്റു കഥയല്ല സ്വീകരിച്ചിട്ട്. എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഈ അധ്യാത്മരാമായണം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഏതോ ഒരു രാമൻ എഴുതിയ അധ്യാത്മരാമായണമുണ്ട്. കാരണം ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ എഴുത്തച്ഛൻ്റെ പേരെന്താണ്? ആദ്യം സ്ഥിരമായിട്ടുള്ള ഇത് രാമാനുജൻ എഴുത്തച്ഛൻ എന്നാണ് പറയുന്നത്. വേദാവ് ശതകോടി ഗ്രന്ഥ വിസ്തരം വേദസംഹിതമനം ചെയ്തു രാമായണം വാൽമീകി പിന്നീട് 24,000 എന്നൊക്കെ പറഞ്ഞു. അത് നോക്കാതെ അഗ്രൻ മമ വിദുഷാം അഗ്രേശനും കളിക്കുന്നവരും ഗുരുവാധനും പറയുന്നു. മലയാളികളുടെ ഇടയിൽ വളരെ അപൂർവമായിട്ടുള്ളൊരു പേരാണ് രാമായണം.
നമ്മുടെ ചരിത്രത്തിൽ തമിഴ് സംസ്കാരത്തിലാണെങ്കിൽ രാമാനുജന്മാരും കുലശേഖരന്മാരും ഒരുപാട്. പക്ഷെ മലയാളി ഈ രാമാനുജൻ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഓപ്പോസിറ്റുള്ള വീട്ടിൽ താമസിക്കുന്ന രാമാനുജനാണ് ശേഷം വന്ന രാമാനുജൻ. മറ്റൊരു രാമാനുജനെയും കാണാൻ പറ്റിയിട്ടില്ല. എന്ന് മാത്രമല്ല, ഇത്രയും വശ്യവചസ്സായ ഒരു കവി തന്നെ പരിചയപ്പെടുത്തുമ്പോൾ യാതൊരു പ്രശസ്തിയുമില്ലാത്ത ഒരു രാമൻ്റെ അനിയനാണ് ഞാൻ എന്നാണ് പരിചയപ്പെടുത്തുന്നത്. തിരിച്ചല്ലേ പരിചയപ്പെടുത്തുന്നത്? ഉദാഹരണമായിട്ട് ഉമ്മൻചാണ്ടി പറയുകയാണ്, ഞാൻ ചാണ്ടി ഉമ്മൻ്റെ അപ്പനാണ് എന്നാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ അയാൾ പറയും ഞാൻ ഉമ്മൻചാണ്ടിയുടെ മകനാണ് എന്ന് പറയും. അതല്ലേ പരിചയപ്പെടുത്തും. പ്രശസ്തനോട് ഇങ്ങോട്ടല്ലേ പരിചയപ്പെടുത്തുക, അല്ലാണ്ട് അപ്രശസ്തനോട് അങ്ങോട്ട് പരിചയപ്പെടുത്തുന്ന സമുദായം. അതുകൊണ്ട് രാമാനുജൻ എന്നല്ല ഇദ്ദേഹത്തിൻ്റെ പേര്. കുറച്ച് വരി കൂടി ബാലകാണ്ഡത്തിൽ നമ്മൾ വായിക്കുമ്പോൾ വേദാവ് ശതകോടി ഗ്രന്ഥപുസ്തകം വേദസംഹിത ചെയ്തു രാമായണം എന്ന് പറയുന്നുണ്ട്. ബ്രഹ്മാവ് ശതകോടി ഗ്രന്ഥ വിസ്തരമായിട്ട് രാമായണം പരിഭാഷപ്പെടുത്തി, രാമായണം എഴുതി. വാൽമീകി പിന്നീട് 24,000 ശ്ലോകം ആയിട്ടത് ചുരുക്കി. പിന്നെ രാമൻ എന്നൊരാൾ അധ്യാത്മ രാമായണം എന്ന പേരിൽ ഇത് പരിഭാഷപ്പെടുത്തി എന്നത് സംഗ്രഹിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ രാമനായിക്കൂടെ മൂലഗ്രന്ഥകാരൻ. എന്തച്ഛൻ തെലുങ്കിലൊക്കെ നടന്നിരുന്ന, ആന്ധ്രയിലൊക്കെ നടന്നിരുന്ന ആളാണ്. അവിടെ തെലുങ്ക് ഭാഷയിൽ ഒരു രാമൻ ഈ കഥ ഇങ്ങനെ ചുരുക്കി എഴുതിയതാണ് താൻ സ്വതന്ത്ര വിവർത്തനത്തിന് സ്വീകരിച്ചത് എന്ന് വിചാരിക്കില്ല. അതല്ലേ ഇരിക്കുന്നു. മറ്റൊരു കാര്യം, ഈ അത് ടീച്ചർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. പഴയ കാലത്ത് ഒരു 2 തലമുറ മുമ്പ്, എൻ്റെ തലമുറയല്ല, ഒരു 80 കൊല്ലം മുമ്പ് വരെയെങ്കിലും ഹിന്ദുക്കളുടെ വീടുകളിലൊക്കെ കുട്ടികൾ സന്ധിച്ച് താമസിക്കുന്നു. നിലവിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ നിരന്നിരുന്നു നാരായണ ഇല്ലെങ്കിൽ ഭക്ഷണം കിട്ടില്ല. നാമം പിന്നെ കഴിഞ്ഞ് എന്നാലേ ഭക്ഷണം കിട്ടും. അങ്ങോട്ടും രാമായണം ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. രാമന മനസ്സവിടെയൊന്നും ആയിരിക്കില്ല. വേറെ പല കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ അത് മതി എന്നുള്ളതാണ്. ഭഗവത് നാമങ്ങൾ ഉച്ചരിക്കുക എന്നുള്ള ഭക്തിമാർഗം, ഭക്തി യോഗമാണ് ആർക്കും സ്വീകരിക്കാവുന്ന മോക്ഷമാർഗം. അത് അനുസ്മരിപ്പിക്കുകയാണ് എഴുത്തച്ഛൻ പല സന്ദർഭങ്ങളിലും ചെയ്യുന്നത്. വേദാന്തം പറയല്ല ചെയ്യും. വെറുതെ നിങ്ങൾ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ടീച്ചറ് കൗസല്യയുടെ സ്തുതി വായിച്ചപ്പോൾ പറയട്ടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ അദ്ദേഹം ഉപയോഗിച്ചിട്ട് മഹാഭാരതത്തിലാണ്. മഹാഭാരതത്തിൽ ഈ ഒരു യാത്ര പോകുമ്പോൾ, മഹാപ്രസ്ഥാനത്തിൽ യാത്ര പോകുമ്പോൾ കൃഷ്ണൻ എന്നൊരു വാക്ക് മാത്രമേ വേദവ്യാസം ഉപയോഗിച്ചിട്ടുള്ളൂ. ആ സ്ഥാനത്ത് എഴുത്തച്ഛൻ ഉപയോഗിച്ച് നിശ്ചലാത്മാ മഹാപ്രസ്ഥാനമാശ്രിത്യ സച്ചിൽ പരബ്രഹ്മമൂർത്തി സനാതനൻ അച്യുതൻ അവ്യക്തൻ അദ്വയൻ നിശ്ചയിച്ചാർക്കും അതഞ്ഞുകൂടാത്തവൻ നാരായണൻ നരമൂർത്തിമാൻ ഈശ്വരൻ നരത് സേവിതൻ നാനാജഗന്മയൻ നീരജ വിഗ്രഹൻ നീരജ സംഭവൻ നീരജ സംഭവ കാരണൻ കോമളൻ നിത്യൻ നിരഞ്ജനൻ നിർമ്മലൻ നിർമ്മമൻ നിത്യവിനക്കൻ പ്രകൃതി പരാത്മകൻ സത്വാദിഹീനൻ സനകാദിസേവിതൻ തത്വസ്വരൂപൻ സകലലോകേശ്വരൻ വേദാർത്ഥഭിന്ന മൂർത്തിയാത്മകൻ ശാശ്വതൻ വേദസ്വരൂപൻ വിരിഞ്ചാതിവന്ദിതൻ വേദാന്ത വൈദ്യൻ അവേദ്യൻ അനന്തൻ അനാമയൻ വേദജ്ഞൻ ഉത്തമൻ ആദ്യൻ അനാദ്യൻ അത്യാനന്ദരൂപൻ അമൃതാത്മകൻ വിഭു ചേതനഭൂതൻ ജനാർദ്ദനൻ ഗോവിന്ദൻ ഇന്ദീവരേക്ഷണൻ ഹിന്ദുബിംബാനനൻ ഹിന്ദുകലോത്ഭവൻ ഹിന്ദുകലാചൂട വന്ദൻ മുകുന്ദൻ ആനന്ദപ്രദൻ മുജുകുന്ദൻ കൈടവർദ്ധകൻ ഗോവിന്ദൻ 20 പര്യായം. ഇത് നാരായണ 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 ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി. മാത്രമല്ല ഇതിൻ്റെ ഇടയ്ക്ക് തത്വോപദേശങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. സത്യധർമാദി വെടിഞ്ഞീടുന്ന പുരുഷനെ ക്രുദ്ധനം സർപ്പത്തേക്കാൾ ഏറ്റവും പേടിക്കണം എന്നൊരു ഭാഗത്ത് താതകാരികം അനാജ്ഞാത്താമെന്നാണെങ്കിലും നോദേന ചെയ്യുന്ന നന്ദന ഉത്തമൻ എന്നീ ഉപദേശങ്ങളും അദ്ദേഹം പല ഭാഗത്തും കൊടുക്കുന്നു. പിന്നെ വാൽമീകി രാമായണത്തെ പറ്റി തന്നെ വാൽമീകി ആരെയാണ് ഇത് പ്രൊജക്റ്റ് ചെയ്തത്? രാമൻ്റെ അയനാണോ സീതയുടെ അയനാണോ വാൽമീകി പറഞ്ഞത്? വാൽമീകിയുടെ രാമൻ എന്ന പേരായിട്ട് വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ലേഖനം കുട്ടീഷന്മാരാക്കിയിട്ടുണ്ട്. ആ രാമനെ രാജാവ് കുടുംബത്തിൽ ജനിക്കുകയും ജന്മസിദ്ധമായി രാജാവിൻ്റെ എല്ലാ നയതന്ത്രങ്ങളും ഉൾക്കൊള്ളുകയും അത് കൃത്യമായി പ്രയോഗിക്കുകയും ചെയ്ത വാൽമീകിയുടെ രാമനെ അല്ല
തെറ്റ് ചെയ്യാൻ പറ്റാത്ത ഈശ്വര അവതാരമായ രാമനെയാണ് അധ്യാത്മരാമായണകാരൻ അവതരിക്കുന്നത്. നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ പറയാറുണ്ട്, ഇംഗ്ലണ്ടിലെ രാജാവിന് നിയമം ലംഘിക്കാൻ പറ്റില്ല എന്ന് പറയും. കാരണം ഇംഗ്ലണ്ടിലെ രാജാവ് ചെയ്യുന്നതാണ് നിയമം, ഇതാണെങ്കിൽ നിയമം ലംഘിക്കും. അതുപോലെ തന്നെയാണ് ഈ വാൽമീകി രാമായണത്തിലും ഇത് പറയുന്നത്. അധ്യാത്മ രാമായണത്തിൽ രാമനെ പറ്റി പറയുന്നത്, വാൽമീകി രാമായണത്തിൽ അല്ല. മലയാളി ചോദിക്കുന്ന ആ ഉപന്യാസം ശ്രദ്ധിച്ച് വായിക്കേണ്ടതാണ്. വാൽമീകിയുടെ രാമൻ എന്ന് പേരായിട്ട് മറ്റേ പട്ടാഭിഷേകം തീരുമാനിച്ചു. നാളെ രാവിലെ പട്ടാഭിഷേകം എന്ന് പറഞ്ഞു. പക്ഷേ അഭിഷേകത്തിന് തയ്യാറായി കുളിച്ചു വന്ന രാമനോട് ദശരഥൻ പറയുന്നത് ഭരതനെയാണ്. അത് പാലിക്കുന്നത്, എനിക്ക് 14 ആണ്ട് ആട്ടിപ്പോകാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രാമൻ്റെ മുഖത്തൊരു മാംസപേശി പോലും ചലിച്ചില്ല. അദ്ദേഹത്തിൻ്റെ പുരിയും ചുളിഞ്ഞില്ല. ഒരു സ്കോപ്പില്ല, നിർവികാരനായിട്ട് ശരി ഞാൻ പോവാം എന്ന് പറഞ്ഞു. ഇതങ്ങോട്ട് വായിക്കുമ്പോഴത്തേക്കും രാമഭക്തന്മാരുടെ മറ്റ് പുറകം കൊണ്ടാണോ ഭഗവാന്റെ ഒരു മനസ്സാന്നിധ്യം എന്നാണ് പറയുന്നത്. മലയാളി ചോദിക്കുന്നത് തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കുന്നു, അതെന്ത് മര്യാദകളാണ് പറയുന്നത്? ഇന്നലെ രാത്രി കൂടി എനിക്ക് രാജ്യം തരാം എന്ന് പറഞ്ഞിട്ട് നേരം വെളുത്തപ്പോൾ അത് പറ്റില്ല എന്ന് പറയുന്നത് മര്യാദകളാണ്, എനിക്ക് തന്നെ തരണം എന്ന് രാമൻ വാശി പിടിച്ചിരുന്നില്ല. രാജാവിൻ്റെ ശക്തി എന്താണെന്ന് രാമൻ അഫ്സലായിട്ട് അറിയാം. ദശരഥൻ്റെ പടന്മാരികളെ തൂക്കിപ്പിടിച്ച് കാണിക്കുന്നത് എനിക്ക് കിട്ടില്ല എന്ന് ബോധ്യമായ കാര്യത്തിനാണ് എനിക്ക് താല്പര്യമില്ല എന്ന് കാണിക്കുകയാണ് ബുദ്ധി. അതാണ് രാമൻ ചെയ്തത്. ഇത് കിട്ടില്ല എന്ന് ഉറപ്പായി, പിന്നെ എനിക്ക് എന്നോട് താല്പര്യമില്ല. എന്നിട്ട് കാട്ടിൽ ചെന്നിട്ടോ, കാട്ടിലിരിക്കുമ്പോഴാണ് സുന്ദരിയുടെ രൂപത്തിൽ ഈ വരുന്നത്, സുവർണ വരുന്നത്. രാമൻ്റെ മുമ്പിൽ ചെന്നു. രാമൻ്റെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ രാമൻ പറഞ്ഞു, പറ്റില്ല, ഞാൻ പത്നി സമേതനായിട്ട് വന്നതാണ്, നീ വന്നത് അസമയത്തായി. ഇവിടെ ആ പദപ്രയോഗം ശ്രദ്ധിക്കണം, അസമയം എന്നാണ് പ്രയോഗിച്ചത്. ഇത് മനഃപൂർവ്വം ഉപയോഗിച്ചാണ്. കാരണം വാൽമീകിയെ പോലെ തന്നെ മഹാകവിയായിരുന്ന കാളിദാസൻ രഘുവംശത്തിൽ ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ നീ വന്നത് അസമയത്തായി എന്ന്. ലക്ഷ്മണൻ്റെ അടുത്തേക്ക് പോകുന്നു. ലക്ഷ്മണൻ്റെ അടുത്തേക്ക് പോയി. അപ്പം രാമൻ്റെ സമയം തന്നെയല്ലേ ലക്ഷ്മണൻ്റെ സമയം? ഒരാൾക്ക് ഈ സമയം മറ്റേ അസമയാവും തന്നെയാണ്. അപ്പം രാമൻ പറയാതെ പറഞ്ഞത്, ഞാൻ പത്നി സമേതനായിട്ടാണ് വന്നത്, ലക്ഷ്മണനതല്ല, പത്നി ഇല്ലാതെയാണ് വന്നത്, നീ അവൻ്റെ അടുത്തേക്ക് പോകും. ലക്ഷ്മണനെ കാട്ടിലയക്കാം എന്നൊന്നും സത്യം ചെയ്തിട്ടൊന്നുമില്ല. ജ്യേഷ്ഠനോടുള്ള അവാച്യമായ സ്നേഹവും അവ്യാജമായ വിശ്വാസവും കൊണ്ടാണ് അയാൾ കൂടെ പോകുന്നത്. ഒരേ മണ്ഡപത്തിൽ വെച്ചാണ് രാമൻ സീതയെ വിവാഹം കഴിച്ച അതേ മണ്ഡപത്തിൽ വെച്ച് അതേ മുഹൂർത്തത്തിലാണ് ലക്ഷ്മണൻ ഊർമിളയെയും വിവാഹം കഴിച്ചത്. തൻ്റെ കബോധയെ കൊട്ടാരത്തിൽ ഉപേക്ഷിച്ചിട്ട് ജ്യേഷ്ഠനോടും ജ്യേഷ്ഠത്തിയോടുമുള്ള ഭക്തി കൊണ്ട് മാത്രം ആണ് ഇവിടെ വന്നത്. ആ ഒരു നിമിഷത്തേക്ക് ഒരു നേരം പോക്കിന് വേണ്ടിയെങ്കിലും ലക്ഷ്മണൻ്റെ മാനുഷികമായ വികാരത്തെ രാമൻ നോക്കുകയും ചെയ്തു. ഇതൊരു ഋഷി കവിയുടെ കാവ്യമാണ്. ആ നിമിഷം തുടങ്ങി രാമന് സ്വന്തം ഭാര്യയെപ്പറ്റി വിശ്വസിക്കേണ്ടി വരും. പിന്നെ ഒരിക്കലും രാമന് സീതയെപ്പറ്റി സന്തോഷപരമായിട്ട് കേട്ടില്ല. അതേപോലെ തന്നെയാണ് മാലിന്യൻ്റെ പിന്നാലെ രാമൻ പോയിക്കഴിഞ്ഞപ്പോൾ രാമൻ അപകടം പറ്റില്ല എന്ന് ലക്ഷ്മണൻ പറയുമ്പോൾ സീത ക്രൂരമായ വാക്കാണ് പറയുന്നത്. ഇപ്പോഴെനിക്ക് മനസ്സിലായി നീ കാട്ടിലേക്ക് വന്നത് എന്തിനാണ് എന്ന്. രാമനെ ചതിച്ചു കൊന്ന് എന്നെ കൊണ്ടുപോയി ഭരതന് കാഴ്ചവെക്കാനാണ്. 2 ചെവിയും പൊത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം ഓടിപ്പോയി എന്നാണ് പറയുന്നത്. ലക്ഷ്മണൻ ഓടിപ്പോയി എന്നാണ് പറയുന്നത്. ഈ ഒരു വാക്ക് പറഞ്ഞേക്കുന്ന സീതയ്ക്ക് ജീവിതത്തിൽ ഭർത്താവിനെ പറ്റി സുഖമുണ്ടായി. ഒരു ഋഷി കവിയുടെ കാവ്യമാണ്. ആ നിമിഷം തുടങ്ങി സീതയുടെ ദുഃഖം അധ്വാനിക്കുന്നു. പക്ഷേ ഈ 2 പേരെയും രാമനെയും സീതയും കൂടി താരതമ്യപ്പെടുത്തുന്നത് എങ്ങോട്ട് വാൽമീകി രാമായണത്തിൽ അത് രാവണദഹനത്തിന് ശേഷം അഗ്നികുണ്ഡം കൂട്ടി അതിൻ്റെ മുമ്പിൽ സീത വന്ന് നിൽക്കുമ്പോൾ അഗ്നിപ്രവേശനത്തിന് പറയുന്നു. അപ്പം രാമൻ പറയുന്ന വാക്കെന്താണ്? വാൽമീകി വളരെ കൃത്യമായിട്ട് വാൽമീകി രാമായണത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ ഭാര്യയെ എടുത്താൻ കട്ടുകൊണ്ടുപോയി, അവൻ്റെ വംശം മുഴുവൻ ഞാൻ നശിപ്പിച്ചു, എൻ്റെ അഭിമാനം ഞാൻ വീണ്ടെടുത്തു. മറ്റൊരുവൻ്റെ കൊട്ടാരത്തിൽ ഒരാളുടെ താമസിച്ച് നിന്നെ എനിക്ക് കാണണ്ട. നിനക്ക് വേണമെങ്കിൽ വിഭീഷണൻ്റെ പറ്റിയാവാം, അല്ലെങ്കിൽ സുഗ്രീവൻ്റെ പറ്റിയാവാം, എവിടെ വേണമെങ്കിൽ പോവാം, നിന്നെ എനിക്ക് കാണണ്ട. നിന്നെ കാണുമ്പോൾ നേത്രരോഗി ദീപം പോലെയാണ് എന്നാണ് പറയുന്നത്. അതാണ് ഉപമ.
നേത്രരോഗിക്ക് ദീപം പോലെ കണ്ണിന് അസ്കതയുള്ളവന് വിളക്ക് കണ്ടാൽ അസ്കതയുണ്ടാവും. അതുപോലെയാണ് എനിക്ക് നിന്നെ കാണുമ്പോൾ എന്ന് പറയുന്നത്. വാൽമീകി ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഇത് ആരുടെ കുറ്റം കൊണ്ട്? കണ്ണിന് സൂക്കേടുള്ളവന് വിളക്ക് കണ്ടു കഴിഞ്ഞാൽ വെളിച്ചം കണ്ടാൽ കണ്ണിന് അസ്കതയുണ്ടാവും. അത് വിളക്കിൻ്റെ കുറ്റം കൊണ്ടാണോ കണ്ണിൻ്റെ കുറ്റം കൊണ്ടാണോ? വാൽമീകി പറഞ്ഞത് ഇതാണ്, സീതയെ കാണുമ്പോൾ നേത്രരോഗിക്ക് ദീപം പോലെ നിനക്ക് തോന്നുന്നെങ്കിൽ നിന്റെ കുറ്റം കൊണ്ടാണ്, സീതയുടെ കുറ്റം കൊണ്ടല്ല എന്നാണ്. അതാണ് ആ അലങ്കാരത്തിൻ്റെ ഭംഗി നമ്മൾ കത്തിച്ചിരിക്കുന്നത്. സീതായനമാണ് വാൽമീകി പറഞ്ഞത്. അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന കഥാപാത്രമാണ് രാമായണം. മാത്രമല്ല നമ്മളുടെ പുരാണ ഇതിഹാസങ്ങളൊക്കെ പിൽക്കാലത്ത് നിരവധി വാക്യങ്ങൾ ഉണ്ടെങ്കിലും അത് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന കഥാപാത്രങ്ങൾ എപ്പോഴും സ്ത്രീ കഥാപാത്രങ്ങൾ തന്നെയുണ്ട്. ഗാന്ധാരിക്ക് തുല്യം അല്ലെങ്കിൽ കുന്തിക്ക് തുല്യം ആയിട്ടുള്ള ഒരു കഥാപാത്രം കൃഷ്ണനെ ഒഴിച്ച് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മഹാഭാരതത്തിൽ എവിടെ നമുക്ക് കണ്ടെത്താൻ പറ്റും? ടീച്ചർ പറഞ്ഞതിലെ ഒരു കോണ്ടക്സ്റ്റിൽ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ നഖംപദാശ്രുവിനെ പറ്റി സൂചിപ്പിച്ചത് അത് മഹാഭാരതത്തിലെ മറ്റ് സന്ദർഭം അതിൻ്റെ ഇത്തിരി വ്യത്യാസമാണ്. പടക്കളത്തിൽ മക്കളൊക്കെ മരിച്ചു കിടക്കുന്നിടത്ത് ഗാന്ധാരി കാണാൻ ചെല്ലുകയാണ്, വിദുരനെയും നിർത്തിക്കൊണ്ടാണ് കാണാൻ ചെല്ലുന്നത്. അപ്പം അതിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്, ഈ ഗാന്ധാരി മക്കളെ കണ്ടിട്ടില്ല. അവരെ തിരിച്ചറിഞ്ഞത് അവരുടെ ശബ്ദം കൊണ്ടാണ്. ശബ്ദം കൊണ്ടാണ് അവരെ തിരിച്ചറിഞ്ഞത്. ഇത് ദുര്യോധനാണ്, ഇത് ദുശാസനാണ്. ഇപ്പം അവർക്ക് ശബ്ദിക്കാൻ പറ്റും, ഒക്കെ മരിച്ചു കിടക്കും. എന്നിട്ട് വിദുരനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വലത്തെ തുടയിൽ ഭീമന്റെ ഗത കൊണ്ട് അടിച്ച് തകർത്തിട്ടും ശത്രുവിൻ്റെ പാളയത്തിന് നേരെ ചവിട്ടാൻ വലങ്കാല് നീട്ടി കിടക്കുന്ന ഇയാളുണ്ടല്ലോ, ഈ മാംസമുണ്ട്. ഇതാണ് ദുര്യോധനൻ. കുടൽ മാന്തി പുറത്ത് കീറിയിട്ട് ഈ ഭീകരമായ രൂപമുണ്ട്. ഇതാണ് ദുശാസനം. ഇതങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യമായിട്ടാണ് മക്കളെ ഇങ്ങനെ കാണുന്നത്. ഗാന്ധാരി വല്ലാതെ ചന്ദ്രചിത്തിയായിട്ടുണ്ട്. അപ്പോഴാണ് കൃഷ്ണൻ ഇത് അറിഞ്ഞത്. ഓടി വന്ന് ധർമ്മപുത്രനോട് പറയും, ചെല്ല് ഗാന്ധാരിയുടെ കാക്കൽ വീണ് മാപ്പ് ചോദിക്കും. ഗാന്ധാരി ഈ നിലയിൽ ഒരു ശാപം തന്നു കഴിഞ്ഞാൽ എനിക്ക് പോലും നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല, പോയി മാപ്പ് പറയാൻ പോയി. ഇയാൾ ഓടിച്ചെന്ന് കാക്കരി വീണു. കാക്കരി വീണിട്ട് പറഞ്ഞു, അമ്മ ഞങ്ങളെ ശപിക്കരുത്, ക്ഷത്രിയൻ യുദ്ധക്കളത്തിൽ ചെയ്യേണ്ടത് മാത്രമേ നിങ്ങൾ ചെയ്യുന്നു. ശത്രുവിനെ കൊല്ലുക എന്നുള്ളതാണ് യുദ്ധത്തിൻ്റെ ധർമ്മം, അത് മാത്രമേ ചെയ്യുള്ളൂ. അമ്മ എന്നെ ശപിക്കരുത് എന്ന് പറഞ്ഞ് തൊഴുതു നിൽക്കുകയാണ്. അപ്പോഴാണ് ക്ഷത്രിയ സ്ത്രീയായിരുന്ന ഗാന്ധാരിക്കറിയാം യുദ്ധമര്യാദകൾ. ശപിച്ചില്ല, പക്ഷെ ഉള്ളിൽ തിങ്ങി വാങ്ങിയ ആ വികാരത്തിൻ്റെ ദുഃഖത്തിൻ്റെ തീവ്രത കൊണ്ട് ഗാന്ധാരിയുടെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണീര് മുമ്പിൽ തൊഴുതു നിൽക്കുന്ന ധർമ്മപുത്രൻ്റെ കാലിൻ്റെ വിരലിലേക്ക് വീണു. ആ നഖം ഉരുകിപ്പോയി എന്നാണ്, നഖം പദാശ്രു എന്നാണ്, നഖം എന്തുരുകിപ്പോയി എന്നാണ് പറയുന്നത്. ഇത്തരം നമ്മുടെ സാഹിത്യത്തിലെ ക്ലാസിക്കൽ ഇത്തരം പ്രയോഗങ്ങളാണ് നമ്മളെ അമ്പരപ്പിക്കുന്നത്. നഖം പദാശ്രുവാൽ എന്ന് കുമാരനാശൻ്റെ എടുത്തു പറയുന്നു. നളിനിയുടെ ദിവാകരൻ്റെ മുമ്പിൽ നിന്ന് കരയുന്ന നളിനിയുടെ കണ്ണിൽ നിന്ന് വീണ കണ്ണീര് ദിവാകരൻ്റെ പാദത്തിൽ സ്പർശിച്ചു എന്ന് പറഞ്ഞിട്ട് ആശാൻ ഈ വാക്കാ ഉപയോഗിച്ചു, നഖം പദാശ്രുവാൽ എന്ന്. നല്ലവരൻ്റെ നഖം ബന്ധങ്ങൾ ഉരുകി പോവുകയാണ്. ആ അമ്മയുടെ മനസ്സിൻ്റെ ദുഃഖത്തിൻ്റെ ചൂട് ഇതിലും എങ്ങനെയാണ് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും? ഒരുപാട് കൽപ്പനകൾ, അതിമനോഹരമായിട്ടുള്ള കൽപ്പനകൾ മലയാളത്തിൽ. എടശ്ശേരിയിൽ ഒരു കവിതയുണ്ട്, ഹനുമാൻ സേവ കുഞ്ചൻ പറമ്പ് എന്ന് പറയുന്നത്. അതിൽ ഹനുമാനെ പറ്റി ഹനുമാനോട് ചോദിക്കുന്നതാണ് കവി. ഈ സമുദ്രം ചാടി കടന്നതും ലങ്ക മുഴുവൻ വെണ്ണീറാക്കിയും ഒക്കെ ചെയ്ത അമാനുഷമായ ശക്തിയാണല്ലോ ഹനുമാനുള്ളത്. ഇത്രയും ശക്തനായ അങ്ങ് എങ്ങനെയാണ് ഈ സീതയുടെ മുമ്പിൽ വന്ന് രാവണനെ പ്രലോഭിച്ചപ്പോൾ ശിംശിപാവൃക്ഷത്തിൻ്റെ മുകളിൽ അടക്കം കൊണ്ടത്? ഇടുത്തി പോലെ പാപമൂർധനി വീഴാതെ അടക്കം കൊണ്ടല്ലോ ഭവാൻ എന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് എടശ്ശേരി സഹജമായ നേരമ്പോക്കോടുകൂടി പറയുന്നുണ്ട്, രാമാസ്ത്രത്തിന് വെച്ച നൈവേദ്യമെന്നോട്ടേക്കാവാം രാക്ഷസ രാജാവിന് സ്വാദു നോക്കാതെ വിട്ടു. നേദിക്കാൻ വെച്ചത് മറ്റു മുമ്പ് ആരും സ്വാദു നോക്കരുത്. അതുകൊണ്ടാണ് രാമൻ്റെ അസ്ത്രത്തിന് നിവേദിക്കാൻ വെച്ചതാണ് ഈ രാക്ഷസൻ, അതുകൊണ്ട് സ്വാദു നോക്കണ്ട എന്ന് വെച്ചത്. അധർമ്മ പരിശുഷ്കം ലങ്കതന്നോലപ്പുറത്തരക്കൻ നിക്ഷേപിച്ച ചെങ്കനൽപ്പൊരി പോലെ എന്നാണ് ഹനുമാനെ വർണ്ണിക്കുന്നത്. മലയാളത്തിൽ ഒരുപാട് കവിതകളിൽ ഈ കൽപ്പനകൾ തുടങ്ങി.
പിന്നെ എഴുത്തച്ഛനെ പറ്റി ടീച്ചർ പറയാതെ പോയൊരു കാര്യമുണ്ട്. ഈ വിസ്തരിക്കുക മാത്രം വിസ്തരിക്കുകയല്ല, സംഗ്രഹണ പാഠവും അദ്ദേഹത്തിൻ്റെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾ വിശദീകരിക്കുന്ന കാര്യം പൊതുവെ എഴുത്തച്ഛന് വളരെ കുറച്ച് വാക്കുകളുണ്ട്. ഇപ്പോൾ സമുദ്രലേഖനം, പർവ്വതത്തിൻ്റെ മുകളിൽ കയറി ദൂരെ 400 യോജന അപ്പുറത്ത് ലങ്കാനഗരം കണ്ടിട്ട് ഹനുമാൻ കുതിച്ച് ചാടുന്ന ഒരു ഭാഗം വാൽമീകി രാമായണത്തിൽ വർണ്ണിച്ചിട്ടുള്ള 75 ശ്ലോകങ്ങളുണ്ട്. ചാടുന്നതല്ല, ചാട്ടത്തിന് തയ്യാറെടുക്കുന്നു. 75 ശ്ലോകങ്ങളുണ്ട്. എന്നുവെച്ചാൽ 300 വരി എഴുത്തച്ഛൻ അപ്പോഴത്തേക്ക് ചാടുന്നു. ഇയാൾ ശ്വാസം മേപ്പോട്ട് എടുക്കുന്നതും ഇങ്ങനെ കുഴിഞ്ഞ് അമരുമ്പോൾ ആ ഗുഹകൾ ഞെരിഞ്ഞ് ഒക്കെ കുറഞ്ഞു വരുമ്പോൾ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഹിംസ്രജന്തുക്കൾ ഭയന്ന് ഓടി പുറത്തേക്ക് പോകുന്നു. ഇയാൾ മുകളിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ ആ ശബ്ദം കൊണ്ട് പറന്ന് പന്തലിച്ച ആൽമരങ്ങളൊക്കെ ഇങ്ങനെ കൂമ്പി പോകുന്നത് ഒക്കെയായിട്ടാണ് പറഞ്ഞിട്ടിരിക്കുന്നത്. ഈ 300 വരിയിൽ വാൽമീകി വർണ്ണിച്ചത് എഴുത്തച്ഛൻ ഇങ്ങനെ വർണ്ണിച്ചതെന്നല്ല, 2 വാക്കുകൾ. ആകുഞ്ചിതാംഘ്രിയായി ഊർധ്വനയന. ആകുഞ്ചിതാംഘ്രി എന്ന് വെച്ചാൽ അംഘ്രി കാൽമുട്ടാണ്. കാൽമുട്ട് അല്പം വളച്ച് മുകളിലേക്ക് ഇങ്ങനെ നോക്കി ആകുഞ്ചിതാംഘ്രിയായി ഊർധ്വനയന. എഴുത്തച്ഛൻ തത്വജ്ഞാനം പഠിപ്പിക്കുകയല്ല ചെയ്തു, ഭക്തി മാത്രം കൺവേ ചെയ്യുകയും ചെയ്ത്. അതാണ് ഈ സ്തോത്രം ചെയ്തത്. എഴുത്തച്ഛൻ മഹാഭാരതത്തിൽ ഭഗവത്ഗീത തർജ്ജമ ചെയ്തിട്ടില്ല. ഉപനിഷത്തുകളാകുന്ന പശുക്കളെ കറന്നെടുത്ത പാല് കറന്നെടുത്ത വെണ്ണയാണ് എന്നാണ് ഭഗവത്ഗീതയെ പറ്റി പറയുന്നത്. ആധോ വത്സ സുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം എന്നാണ്. ഉപനിഷത്തുകളാകുന്ന പൈക്കളെ കറന്നെടുത്ത പാല് കറന്നെടുത്ത വെണ്ണയാണ് ഭഗവത്ഗീത എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഒരു വരിയാണ് ഭഗവത്ഗീതയുടെ പരിഭാഷ. കണ്ടത് വേണ്ടടോ കണ്ടതെല്ലാം അഹം. ഈ പരിഭാഷപ്പെടുത്തിയത് പറയാം. പണ്ടൊരു സ്വാമിയാരോട് രാമായണം എടുക്കാമോ? പിന്നെന്താ എന്താ പെണ്ണാണ് കേട്ടു, അതാണ് രാമായണം. എന്നാ ഭാരതം മണ്ണാണ് കേട്ടു. അതുപോലെയാണ് ഈ കുണ്ടത വേണ്ടടോ കണ്ടതെല്ലാം അഹം എന്നുള്ളതിൽ ഇത് ഭഗവത്ഗീത എന്ന് പറയുന്നത് ഭക്തിമാർഗത്തിനല്ല, അത് യുക്തി മാർഗത്തിനാണ്. യുക്തിയൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് നീ ചെയ്യണമെന്നില്ല. യഥേച്ഛസി തഥാ ഗുരു എന്ന് എനിക്ക് ബോധ്യമാണെങ്കിൽ ചെയ്യും. ഇതൊക്കെ കഴിഞ്ഞിട്ട് കൃഷ്ണൻ പറഞ്ഞിട്ടല്ലേ ഞാൻ അങ്ങനെ പറയണ്ട, എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാൻ മതി. യഥേച്ഛസി തഥാ ഗുരു എന്ന് പറയുന്നില്ല. അവിടേക്ക് യുക്തി മാർഗം. എഴുത്തച്ഛന് ഈ യുക്തി ഒന്നുമില്ല. വെറും പര്യായ പദങ്ങൾ മാത്രം ഉപയോഗിച്ച് കുട്ടികൾ നാരായണ 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 ജനിക്കുന്ന പോലെ തന്നെ ഈ ഇത് കൽപ്പിക്കുക എന്നുള്ള ഭക്തിമാർഗം മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു സംശയം എനിക്കുള്ളത്, ഈ എഴുത്തച്ഛൻ്റെ തൊട്ട് മുമ്പ് അതെനിക്ക് ഉത്തരം കിട്ടുന്നില്ല. എഴുത്തച്ഛൻ്റെ തൊട്ട് മുമ്പ് അതിമനോഹരമായ മഞ്ചരി വൃത്തം മലയാളത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കൃഷ്ണദാസ എഴുത്തച്ഛന് കഷ്ടത്തിന് 10-9 കൊല്ലം മുമ്പായിരുന്നു. കൃഷ്ണദാസയിലെ അവസാനത്തെ ഭാഗം വെച്ച് ബാക്കി മുഴുവൻ മഞ്ചേരി വൃത്തം ആണ് ഉപയോഗിച്ചത്. മഞ്ചേരി ഉപയോഗിച്ചിട്ടുണ്ട്, മഞ്ചേരി വൃത്തം ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മൃതോന്നത എഴുത്തച്ഛൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ 2 വൃത്തങ്ങൾ എഴുത്തച്ഛൻ എന്തുകൊണ്ടാണ് ഉപയോഗിക്കാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു പക്ഷേ ഗദ്യത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് കേകയായതുകൊണ്ടായിരിക്കാം ഏറ്റവും അധികം എഴുത്തച്ഛൻ കേക ഉപയോഗിച്ചിട്ടുണ്ട്. ഒക്കെ കാകളി കുടുംബത്തിൽപ്പെട്ട വൃത്തങ്ങളാണ് പ്രധാനമായിട്ട് ഉപയോഗിച്ചത്. കാകളി, ഉദരകാകളി, മിശ്രകാകളി, കവകാഞ്ചി ഇതൊക്കെ. അതിൻ്റെ അർത്ഥം വ്യത്യാസമായിട്ട് അങ്ങനെ മാത്രമേ ആ ഗ്രൂപ്പിൽ പെടാതെയായിട്ട് എഴുത്തച്ഛൻ ഉപയോഗിച്ചായി കൽപ്പിക്കുന്നു. ഈ വാൽമീകി രാമായണത്തിൽ ദേവി ചോദിച്ചത് മുനിമാരെങ്ങനെയാണ്, അല്ല ഈ സ്ത്രീയെ പറ്റി അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. ഈ കൃതികളിലെ ചില ഭാഗം മാത്രം അടക്കിയെടുത്തിട്ട് അതിൽ സ്ത്രീയെ നിയോഗിച്ചില്ലേ അത് ചോദിക്കുന്നത് ചോദിക്കാം. നമുക്ക് എന്ത് കൃതിയെ പറ്റി അഭിപ്രായം പറയുന്നത്. പക്ഷെ ആ സമ്പൂർണമായ കൃതിയോട് നിങ്ങൾ നീതി പുലർത്തുന്നുണ്ട് എന്ന് സീതയോട് ഇങ്ങനെ പറഞ്ഞു. രാമൻ അല്ല രാവണൻ മണ്ഡോദരിയോട് എങ്ങനെ പെരുമാറി, എന്തൊരു കുലീനമായ രീതിയിലാണ് പെരുമാറി.
മറ്റേ രാവണന്റെ അന്തപ്പനെ തുടരും വളർത്തുന്ന ഒരു കവിതയുണ്ട്. യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ഇന്ദ്രജിത്തിനെ തോൽപ്പിച്ച രാമനോടും ലക്ഷ്മണനോടാണ് യുദ്ധത്തിന് പോകുന്നത്. തിരിച്ചു വരില്ല എന്ന് തീർച്ചയുണ്ട് രാവണന്. എന്നിട്ട് ഒരാളോടെ യാത്രയോടെയും അന്തർഗേഹപദത്ത വേത്രവതി നീ കാണിക്കൂ ആർപോരിൽ അത്യന്തം ചേർന്നൊരു ബാല്യവൈദിക നിലംപൊത്തിച്ച് അമ്പൊന്നിന് അന്തസ്വക്കും അവൻ്റെ അംബികയെ ഒന്ന് അർച്ചിച്ചു കൊള്ളട്ടെ ഈ സ്വന്തം ഞാൻ പടി ചേർന്ന കൈ 20 കൊണ്ടിരുന്ന ശത്രുക്കളോട് പൊരുതി വില്ലിൻ്റെ ഞാണ് തട്ടി ഈ കൈത്തണ്ടയിൽ മുഴുവൻ തഴമ്പ് വീണിരുന്നു. അങ്ങനെ ആ ഞാൻ തഴം മാർന്ന് 20 കൈയും കൂപ്പി തൊഴുതുകൊണ്ട് ഞാൻ യാത്ര പറയട്ടെ. ആ രാവണൻ എങ്ങനെയാണ് മാത്രമല്ല ഇതിൽ അത് മുഴുവൻ വിശദീകരിച്ചില്ല എന്നുള്ളേ ഉള്ളൂ. ഈ അധ്യാത്മരാമായണത്തിനും മൗര്യമായിട്ടൊരു വ്യത്യാസം, വനത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് അഗ്നി ഭഗവാനെ ഏൽപ്പിച്ചു സീതയെ എന്നാണ്. എന്നിട്ടാണ് അവസാനം തിരിച്ചെടുക്കുന്നത്. അത് ആർക്കും അറിയില്ല. ആ സംഭവമാണ് രാമൻ സന്ദേശവാക്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒരു മോതിരം അടയാളം കൊടുത്തേച്ചു. മോതിരം ചിലപ്പോൾ ആർക്കും കിട്ടും, മോതിരം ആർക്കും കിട്ടും. അത് വിശ്വസിക്കാവുന്ന ഒരു അടയാളമല്ല. പക്ഷെ ഭാര്യയും ഭർത്താവും മാത്രം അറിയുന്ന കാര്യം ആണ് അടയാളവാക്യമായിട്ട് കൊടുക്കുന്നത്. ഭവതി പരിവചനം അപലംബ്യ രണ്ടംഗമായി ആശ്രയാസങ്കലവും ആശ്രമത്തിങ്കലും മരുവിനത് കൊഴുതലും കടകമലമാലോക്യം അനിന്നുമെന്നെ നടന്നു രഘുപതി എന്ന് പറയുന്നുണ്ട്. അത് ഇവർക്ക് മാത്രമേ അറിയുള്ളൂ. കാട്ടിൽ താമസിക്കുമ്പോൾ മാനിൻ്റെ പിന്നാലെ ഞാൻ പോയ കഥ, അത് ബാക്കി ആർക്കും അറിയാത്ത കഥയാണ്. അത് ഹനുമാൻ പറയുമ്പോഴാണ് ഹനുമാൻ രാമൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ് വന്നത് എന്ന് മനസ്സിലാക്കുന്നത്. ആ അത്തരം കഥകളാണ് അധ്യാത്മരാമായണത്തെ വാൽമീകി രാമായണത്തിൽ നിന്നും മാറ്റി നിർത്തുന്നത്. വാൽമീകി രാമായണം കാവ്യമാണ്, അധ്യാത്മരാമായണം ഭക്തി സ്തോത്രം. ആ മൗലികമായിട്ടുള്ള വ്യത്യാസത്തിൽ കൂടി ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നതാണ്. പിന്നെ ഇത് മാത്രം അധ്യാത്മരാമായണം മാത്രം വായിച്ച് പോരാ, വാൽമീകി രാമായണം വായിക്കുന്നു. എന്തൊരു മനോഹരമായ കവിതയാണ്. അത്രയും മനോഹരമായിട്ടുള്ള വർണ്ണന. ഈ ഇത്രയും കൊല്ലം മുമ്പ് ആകാശത്ത് നിന്ന് ഒരാൾ ഭൂമിയെ കാണുന്ന കാഴ്ച, ആ കാഴ്ചയാണ് വിന്ധ്യപർവ്വത ഭാരതപ്രദേശത്ത് നിന്നും ഹിമാലയത്തിലേക്ക് പോകുമ്പോൾ കാളിദാസൻ കാണിച്ചു തരുന്ന കാഴ്ച. മേഘദൂരത്തിൽ ആ കാഴ്ചയാണ് മുഴുവൻ കാണിക്കുന്നത്. ഈ ഋഷികവിയുടെ കാവ്യം പല തരത്തിൽ വായിക്കുന്നു. അതൊക്കെ വിട്ട് ശുദ്ധ കവിത എന്നുള്ള നിലയിൽ വായിച്ചാൽ രാമായണത്തെ വെല്ലുന്ന ഒരു റൊമാൻറ്റിക് കാവ്യം മലയാളത്തിലുണ്ട്. സമയം കഴിയാറായി. ഞാൻ ചോദിക്കാൻ വന്ന കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ ചോദിച്ചു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളത് ഈ എഴുത്തച്ഛൻ്റെ രാമായണം എന്ന് പറയുന്നത് ഇപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ അന്ന് വളരെയധികം എന്താ പറയുക അധമ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു സമൂഹത്തെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എഴുതിയത്. പക്ഷെ അത് ഏത് വിഭാഗം എന്നുള്ളൊരു പ്രശ്നം അവിടെയുണ്ട്. കാരണം അന്നത്തെ സമൂഹത്തിൽ അധികാരം കൈയാളുന്ന അല്ലെങ്കിൽ കൈയാളേണ്ട കാര്യങ്ങൾ കൊണ്ടു നടക്കേണ്ട ഒരു വിഭാഗത്തിന്റെ ഭോഗലാലസമായിട്ടുള്ള അത് അടക്കമുള്ള മറ്റു പല രീതിയിൽ കെട്ടുകൊണ്ട് പോയ ഒരു ഇതിന് അവരെ ഒന്ന് കുത്തഴിഞ്ഞ പുസ്തകത്തെ ഒന്ന് അടുക്കി വെക്കുക എന്നുള്ളൊരു ധർമ്മം മാത്രമാണ് സത്യത്തില് ഈ രാമായണം ഈ എഴുത്തച്ഛൻ രാമായണം കൊണ്ട് ചെയ്തത്. അതിൽ ഒരുപാട് ഉദാഹരണമുണ്ട്. കാരണം എഴുത്തച്ഛന്റെ രാമായണത്തിൽ ഒരിക്കലും അന്നത്തെ ഇന്നത്തെ ഒക്കെ ഏറ്റവും കെട്ട ഒരു വ്യവസ്ഥിതി ഇന്ത്യൻ സംസ്കാരത്തിലുള്ള ചാതുർവർണ്ണയാണ്. ഈ ചാതുർവർണ്ണത്തിനെതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇതിന് അനുകൂലമായിട്ടുള്ള ശ്ലോകങ്ങളുണ്ട്. കാരണം കള്ളനെ, ഞാൻ ശ്ലോകം പറയുന്നില്ല കാരണം സമയമില്ല, കള്ളൻ ദുർമാർഗി ജാതിഹീനൻ എന്ന് പറഞ്ഞൊരു കൂട്ടി പറയുന്ന ഒരു ശ്ലോകമുണ്ട്. അതുപോലെ തന്നെ ശംഭുവിന്റെ കഥ, അത് പിന്നെ ആ ഉത്തരകാണ്ഡം പിന്നീട് അത് കൂട്ടിച്ചേർത്താണെന്നുള്ളൊരു ഇതുണ്ട് സത്യത്തില്. അതുണ്ട്, അത് തടക്കം ഒരുപാടുണ്ട്. ജാതി എന്ന് പറയുന്ന ഒരു സാധനത്തിനെ ശൂദ്രനായിട്ട് കൂടി എഴുത്തച്ഛൻ തൊട്ടിട്ടില്ല സത്യത്തില്. അപ്പൊ അതൊന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, അന്ന് വൈദേശികമായിട്ടുള്ള ഒരു ആക്രമണം കടന്നു വരുന്ന ഒരു സമയമാണ്. ഈ രാമായണം സമൂഹത്തിലുടനീളം പ്രചരിച്ചിട്ട് പോലും നമുക്ക് ആ വൈദേശികമായിട്ടുള്ള ആക്രമണത്തിനെ തടഞ്ഞു നിർത്താൻ പറ്റിയിട്ടില്ല.
അതായത് അടിസ്ഥാന ജനതയെ ഉദ്ധരിച്ചാൽ അല്ലെങ്കിൽ അവരെ ഉദ്ധരിച്ചാൽ മാത്രമാണ് നമുക്ക് ആക്രമണങ്ങളെ തടയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് പറ്റിയിട്ടില്ല. കാരണം ആ ഭോഗലാലസമായ ജീവിതത്തിന് ഒരു കടിഞ്ഞാട് ഇട്ടു എന്നുള്ളത് 100% സത്യമാണ്. കാരണം അത് പിൽക്കാലത്ത് ഇന്ത്യൻ സംസ്കാരത്തിന് ഒരു ഇടുവയ്പായി എന്നുള്ളതും സത്യമാണ്. പക്ഷെ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും നീചമായ വ്യവസ്ഥിതി ജാതി വ്യവസ്ഥ തന്നെയാണ്. അതിനെതിരെ എഴുത്തച്ഛൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഡോക്ടർ ടി.എസ്. ശ്യാംകുമാറിനെ പോലുള്ളവരത് ഇപ്പൊ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ അധ്യാത്മ രാമായണത്തിനെ കുറിച്ചിട്ട് ഇപ്പൊ ഈ അടുത്ത് സാനുമാസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്. രാമായണത്തിന്റെ ഒരു ചർച്ച വന്നപ്പോ അധ്യാത്മ രാമായണം എന്ന് പറയുന്ന അതീവ വിരസമായ സംസ്കൃത ശ്ലോക സഞ്ചയത്തെ എഴുത്തച്ഛൻ ഒരു മനോഹരമായ ഒരു കവിതയാക്കി മാറ്റി. കവിതയിലൂടെ കടത്തിവിട്ടപ്പോൾ അത് മനോഹരമായ സാഹിത്യ സൃഷ്ടി ആക്കി മാറ്റുന്നത് അത് 100% സത്യമാണ് എന്നുള്ളതാണ് ഒരു കാര്യം. ഈ ഒരു കാര്യത്തിനെ അഡ്രസ് ചെയ്യാതെ നമുക്ക് അധ്യാത്മ രാമായണം എന്ന് അല്ല, നമ്മുടെ എഴുത്തച്ഛന്റെ രാമായണം എന്നുള്ളത് മാത്രമല്ല, ഇന്ത്യൻ ഇതിലുള്ള ഏത് കൃതിയെയും നമ്മൾ ഈ ഒരു ആസ്പെക്റ്റിലാണ് നമ്മൾ അത് അതിലൂടെ കാണുന്നത്. കാരണം ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന അടിസ്ഥാന ജനതയുടെ ജീവിതം അതിലില്ല സത്യത്തില്. ഇപ്പൊ ഞാനൊക്കെ ഒരുപാട് കാലം അഭിമാനിച്ച് നടന്നിട്ടുണ്ട്. ഈ മഹാഭാരതത്തിൽ ഇതിലുള്ളത് മറ്റു പലയിടത്തും കണ്ടേക്കാം, പക്ഷെ ഇതിലില്ലാത്ത എവിടെയും കാണില്ലാണ്. കാരണം നമ്മളൊരു ഇന്ത്യക്കാരനെ നൽകി അഭിമാനിച്ചിരുന്നുണ്ട്. കീഴാള ജീവിതം എവിടെ? കീഴാളർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അത് എവിടെ? മഹാഭാരതത്തിൽ എവിടെ? രാമായണത്തിൽ എവിടെ? അത് ഞാൻ ഇതിനെ വിമർശിക്കല്ല. അപ്പൊ അതിൻ്റെതായ പരിമിതികളുണ്ട്. അതാണ് അതിന്റെ ഒരു കാര്യം. ഇതിനെ കൂടി നോക്കി ഞാനൊരു ചോദ്യമായിട്ടല്ല പറയുന്നത്, ഞാനൊരു അഭിപ്രായമായിട്ടാണ് പറയുന്നത്. എനിക്ക് മൂസക്കുട്ടി സാറിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, 2 ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ഒന്ന്, വിവർത്തനത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പദാനുപത വിവർത്തനം വേണം എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ സാറിനോട് യോജിക്കുകയാണ്. കാരണം ആ മൂലഗ്രന്ഥകാരന്റെ അതേ ഇതിലേക്ക് തന്നെ നമ്മൾ സ്വാംശീകരിച്ചിട്ട് അല്ലെങ്കിൽ അത് പരകായ പ്രവേശനം നടത്തിയിട്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ ഒരു ക്രിയേറ്റർ എന്ന നിലയ്ക്ക് താങ്കളുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ ഒരു വിവർത്തകന്റെ ഉള്ളിലുള്ള ഒരു ക്രിയേറ്റിവിറ്റി വരാറില്ലേ? വിവർത്തനം ചെയ്യുമ്പോൾ വരുമല്ലോ. ഇതും ഒരു സാഹിത്യ സൃഷ്ടിയല്ലേ? അതിനെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള ഒരു ചോദ്യം എനിക്കുണ്ട്. അത് മാത്രമല്ല, സത്യത്തിൽ ഈ വിവർത്തകന്റെ ഒരു സർഗാത്മകമായിട്ടുള്ള ഒരു റോള് എന്താണ് ഇതില് എന്നുള്ളത്. കേവലം അതിന്റെ ഒരു സാങ്കേതികതയും അതിന്റെ ഒരു നമ്മുടെ ഒരു ജ്ഞാനത്തിന്റെ ഒക്കെ ഇതിന്റെ അപ്പുറത്തുള്ള ഒരു ആഹ്ലാദം വരുന്നുണ്ടെങ്കിൽ ആ ആഹ്ലാദം എന്താണ്? കാരണം നമ്മളെ കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആവിഷ്കാരം അതിലേക്ക് കൊണ്ടുവരാൻ ഇപ്പൊ സാധിക്കുകയില്ല എന്നാൽ അത് മികച്ച രീതിയിൽ ചെയ്യും വേണം. ചോദ്യം ഇതാണ്, അങ്ങനെ ഇത് വരാറുണ്ടോ? ഇത് വിവർത്തനം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ആഹ്ലാദത്തിന്റെ ഒരു സാന്നിധ്യം ഉണ്ടാവാറുണ്ടോ? ഒരു ആത്മസംതൃപ്തിയുടെ സാന്നിധ്യം ഉണ്ടാവാറുണ്ടോ? അത് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? കാരണം നമ്മുടെ ലക്ഷ്യം മൂലഗ്രന്ഥത്തെ അതേപടി വിവർത്തനം ചെയ്യുകയാണല്ലോ. ഈ ഒരു ചോദ്യമാണ് എനിക്ക് 2 ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ലോകം പൊതുവെ അംഗീകരിച്ചിട്ടുള്ള ഒരു രീതി പ്രധാനപദ വിവർത്തനം തന്നെയാണ്. പക്ഷെ ചില വാക്കുകൾ ഈ വിവർത്തകൻ്റെതായിട്ട് കൂട്ടിച്ചേർക്കേണ്ടി വരും. അത് മനോധർമ്മം അനുസരിച്ചിട്ട് ഉപയോഗിക്കേണ്ടതാണ്. പിന്നെ വാക്കുകളുടെ വിന്യാസം വളരെ ഭംഗിയായിരിക്കണം, അതിൻ്റെ താളാത്മകത വേണം. അതൊക്കെ വിവർത്തകൻ്റെ വാക്കുകൾ എപ്രകാരം വിന്യാസിക്കുന്നതോ അതനുസരിച്ചിരിക്കും. ഇപ്പോൾ പ്രശസ്ത ലോക വിവർത്തകയായ ഈഡിത്ത് ഗ്യൂസ്മാൻ ഡോർഗിക്സോട്ടൊക്കെ വിവർത്തനം ചെയ്ത ഒരു ലേഡിയായിരുന്നു. ഇപ്പോൾ 2 കൊല്ലം മുമ്പ് മരിച്ചുപോയി. അവരിത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വിവർത്തകന് തൻ്റെ മനോധർമ്മം അനുസരിച്ചിട്ട് അല്പം സ്വാതന്ത്ര്യമൊക്കെ ഉപയോഗിക്കാം, വാക്കുകളുടെ കൂടിച്ചേരലും ഇതൊക്കെ. സാഹിത്യം എന്ന് പറഞ്ഞാൽ തന്നെ സാഹിതി ഒരു തരം കൂടിച്ചേരലാണല്ലോ. അപ്പോൾ വാക്കുകളുടെ കൂടിച്ചേരലിൽ ഒരു താളാത്മകത, ഒരു മ്യൂസിക്കൽ അപ്രോച്ച്, അതൊക്കെ സാഹിത്യത്തിൽ വരണം. അപ്പോഴാണ് നല്ല വിവർത്തനമാവുള്ളൂ, പാരായണ യോഗ്യത ഉണ്ടാവുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നമുണ്ട് വിവർത്തനത്തിൽ. അതാണ് വിവർത്തകൻ്റെ സർഗാത്മകത. അല്ലാതെ അതിലില്ലാത്തത് കൂട്ടിച്ചേർത്ത് തൻ്റേതായിട്ടുള്ള ഓരോ കാര്യങ്ങൾ വീമ്പിളക്കുന്നില്ല. വാക്കുകളെ കൂട്ടിച്ചേർക്കില്ല, സാഹിതി. അതാണ് അതിൻ്റെ വാക്കുകൾ വേണ്ട രീതിയിൽ പരസ്പരം യോജിക്കുന്ന വിധം കൂട്ടിച്ചേർക്കും. വാക്കുകൾ കൂട്ടിച്ചേർക്കുന്നതിൽ തന്നെ ഒരു ഭംഗിൻ്റെ ആൾക്കാർ നമുക്ക് വായന സുഖം ഉണ്ടാക്കുന്നത് അത്ര സംഗതികളാണ്. ചേരാത്ത വാക്കുകൾ തമ്മിൽ കൂട്ടിച്ചേർക്കുമ്പോൾ എഴുത്തുകാരൻ തന്നെ അതറിയാം ആ കാര്യത്തിൽ. പിന്നെന്താ ചോദ്യം? വേറെ അല്ല, വിവർത്തകൻ്റെ ഏറ്റവും വലിയ ആവശ്യകത അല്ലെങ്കിൽ ഏറ്റവും വലിയ സുഖം ആത്മസംതൃപ്തിയാണ്. ഒരു വാചകം അത് ചെയ്തു കഴിഞ്ഞാൽ അത് ഒന്നുകൂടി വായിച്ചു നോക്കുമ്പോൾ അത് ശരിയായി എന്ന് തോന്നുമ്പോൾ വളരെയധികം ആവശ്യം ജീവിക്കുന്നു.
അല്ലെങ്കിൽ വീണ്ടും അത് വെട്ടിത്തിരുത്തി അത് ശരിയായിട്ടുള്ള വിധത്തിലാണ് എന്ന് പൂർണ്ണ ബോധ്യം ആകുന്നത് വരെ വിവർത്തനം അതിൽ ശ്രമിക്കണം. ഇന്നലെ വിവർത്തനത്തിൻ്റെ ഒഴുക്കും താളാത്മകത, വാക്കുകളുടെ സമന്വയം, വിന്യാസം ഇതൊക്കെ അതിൻ്റെ യഥാക്രമത്തിൽ വന്നാൽ മാത്രമേ നല്ല വാക്യം സൃഷ്ടിക്കാൻ കഴിയുള്ളൂ. നല്ല വാക്യങ്ങൾ അതിന് ചേരുമ്പടി ചേർക്കലാണ് വിവർത്തനയുടെ ഏറ്റവും വലിയ കഴിവ്. താങ്ക് യു സർ. വിവർത്തനത്തിൽ എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത്, നമ്മൾ ഒരു മറ്റൊരു എഴുത്തുകാരൻ്റെ കൃതിയെ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അത് നമ്മൾ ഉൾക്കൊള്ളുന്ന മാത്രം പോരാ, അത് അയാളുടെ പറഞ്ഞ കാര്യങ്ങൾ വിട്ടുകളയാൻ പാടില്ല. പക്ഷെ അത് നമ്മുടെ ഭാഷയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഭാഷയിൽ കൂടി അത് ലയിച്ചു തരാവുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നതാണ്. കാരണം വാക്കുകൾ കൂട്ടുകയോ കുറയ്ക്കുകയോ എന്നുള്ളതല്ല, മറിച്ച് ആ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ഭാഷയിൽ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും, നമുക്ക് സംതൃപ്തി ഉണ്ടാവുന്ന രീതിയിൽ, വായിച്ചാൽ സുഖം ഉണ്ടാവുന്ന രീതിയിൽ അത് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ചെയ്യുമ്പോൾ നമുക്കും അല്പം സംതൃപ്തി കിട്ടും, നമുക്ക് ചെയ്യുന്ന ആൾക്കും. അതാണ് എനിക്ക് തോന്നുന്നു. ഇനി